ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് പെരുന്നാൾ സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 1/2 കപ്പ് ചവ്വരിയാണ് വേണ്ടത്. അപ്പോൾ ഈ 1/2 കപ്പ് ചവ്വരി ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഇനി ഇത് അടച്ച് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമെല്ലാം മാറ്റണം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കണം. ഞാൻ 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചവ്വരി ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 1 മണിക്കൂർ കുതിർത്തത് കാരണം തന്നെ ചവ്വരി പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഇത് വലിയ ചവ്വരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ചവ്വരി ഒന്ന് വേവുന്നത് വരെ. അപ്പോൾ ചവ്വരി വേവുന്നത് വരെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ചവ്വരിയൊക്കെ ഇപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ലിറ്റർ പാല് ചേർക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ അളവ് പായസം ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവെല്ലാം ഡബിൾ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി പാലൊക്കെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരക്ക് പകരം വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 2 ഏലക്ക ചതച്ചിട്ട് ചേർത്താലും മതി. അപ്പോൾ നമ്മൾ പാലൊക്കെ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. അത് ഏകദേശം ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഇടക്ക്. ചവ്വരിയൊക്കെ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ വേവിച്ചെടുത്തതാണ്. അപ്പം ഇനി ഈ പാലിലിട്ട് ഒരു 10-15 മിനിറ്റോളം ഒന്ന് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. അപ്പം നന്നായി കുറുകി വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടിക്കോളും. ഇനി എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്നിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പായസത്തിലോട്ട് ചേർക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയൊരു പായസമാണ് ചവ്വരി പായസം. അപ്പോൾ ഈ പെരുന്നാളിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പെരുന്നാളിന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. കുറേ സമയം ചിലവാക്കി പായസമൊക്കെ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ നാളെ നല്ലൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്